ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ എന്നാണ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇത് ഞാൻ എടുക്കുന്നത് ഏപ്രിൽ 24-നാണ്. അന്ന് രാവിലെ ഞങ്ങളങ്ങ് തീരുമാനിച്ചു കിൽഡർ വില്ലേജ് വരെ ഒന്ന് പോകാമെന്ന്. പക്ഷേ ഈ പറയുന്ന കിൽഡർ വില്ലേജ് അടുത്തൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 19 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ലക്ഷ്യം കിൽഡർ വില്ലേജ് ആയിരുന്നെങ്കിലും പോണ വഴിക്ക് ഞങ്ങളുടെ പ്ലാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി. കോർക്കിലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ റിനി ചേച്ചിയും ഫാമിലിയും താമസിക്കുന്നത്. റിനി ചേച്ചിയും ഞാനും അങ്ങ് സൗദി തൊട്ടേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണേ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇന്ന് റിനി ചേച്ചിയുടെ ബർത്ത്ഡേയും കൂടെയാണ്. അങ്ങനെ പോകുന്ന വഴിയാട്ടോ ഞങ്ങൾ ചേച്ചീൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാനും വിളിച്ചത്. കാരണം നമ്മൾ കാണാൻ പോകുന്ന ആൾ അവിടെ ഉണ്ടാവണം എന്ന് നമുക്ക് ഉറപ്പിക്കണമല്ലോ. പക്ഷെ ഞങ്ങൾ ചേച്ചിയോട് പറഞ്ഞില്ല കേട്ടോ ഞങ്ങൾ കോർക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന്. ഒരു സർപ്രൈസ് ആയിക്കോട്ടേന്നേ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയുണ്ട് ഒരു 2-2.5 മണിക്കൂർ ട്രാവലിങ്. അപ്പോൾ പിള്ളേരും ഉണ്ട്, നമ്മളും ടയേർഡ് ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ടൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അടുത്ത് എക്സിറ്റ് കയറി. അവിടെ ഒരു സർക്കിൾ കെ ഉണ്ടായിരുന്നു, മക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രിഫർ ചെയ്ത് സർക്കിൾ കെ ആണേ. ഈ സർക്കിൾ കെ എന്ന് പറയുന്നത് വേറൊരു പെട്രോൾ പമ്പ് മാത്രമല്ല. ഈ ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ചെയ്യുമ്പം ഇടയ്ക്ക് നല്ലൊരു ബ്രേക്ക് എടുക്കണമെങ്കിൽ ഈ സർക്കിൾ കെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്, നാപ്പി ചേഞ്ചിങ് ഏരിയാസ് ഉണ്ട്. മുകളിലൊക്കെ ചില സർക്കിൾ കെയുടെയൊക്കെ അപ്സ്റ്റെയർ ആയിട്ട് നമുക്കൊന്ന് ഇരുന്ന് ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നിയർ ബൈ തന്നെ കുറച്ച് പാർക്കുകളുണ്ട്, അപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇങ്ങനെ സ്നാക്സ്, ടീ, കോഫി അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ സർക്കിൾ കെയിൽ വാങ്ങാനും കിട്ടും. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ലഞ്ച് ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു കോഫിയോ എന്തെങ്കിലും ഒരു ചെറിയൊരു റോളോ അങ്ങനെ എന്തെങ്കിലും കൂടെ വാങ്ങാമെന്ന് കരുതി. ഈ സ്നാക്സ് സെക്ഷൻ ഏരിയ കണ്ടോ, ഇവിടെ സോസേജ്, ചിക്കൻ നഗറ്റ്സ്, ചിപ്സ് അങ്ങനെ കുറേയേറെ ഐറ്റംസ് ഉണ്ടായിരുന്നേ. ഞങ്ങളൊരു റാപ്പും ഒരു കോഫിയും പിന്നെ ഞങ്ങളുടെ റൈസിന് പറ്റിയൊരു ഐറിഷ് ചിക്കൻ കറിയൊക്കെയാണ് വാങ്ങിയത്. നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ചുള്ള ഫില്ലറ്റ്സ് വെച്ചിട്ട് അവർ നമുക്ക് സാൻഡ്വിച്ചസും റാപ്പും അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾ എടുത്തത് റാപ്പാണേ. അതും നമ്മളുടെ ഇഷ്ടത്തിനുള്ള സോസും ചീസ്, ഫില്ലറ്റ്സ് അങ്ങനെ നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ നല്ലൊരു റാപ്പ് ഉണ്ടാക്കി തരിക ചെയ്യാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പറഞ്ഞത് വൈറ്റ് റാപ്പാണ്. അവിടെ വീറ്റിൻ്റെ റാപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പ്രിഫർ ചെയ്തത് വൈറ്റ് റാപ്പാണ്. പിന്നെ ഞങ്ങൾ ടാക്കോ സോസും കൊളസ്ലോ, ചീസ്, പിന്നെ സ്പൈസി ചിക്കൻ ഫില്ലറ്റ്സും പറഞ്ഞു. ഇത്രയും ഫില്ലിങ്സാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. നന്നായി നല്ലൊരു ടേസ്റ്റുള്ള റാപ്പാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ റാപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സർക്കിൾ കെയിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ റാപ്പോ അല്ലെങ്കിൽ സാൻഡ്വിച്ചസോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം അവരോട് പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്തൊന്ന് കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അവരിപ്പം ഇട്ട് ചീസാണ്, നേരത്തെ ടാക്കോ സോസ് ഇട്ടു. പിന്നെ ഞങ്ങൾ കൊളസ്ലോ പറഞ്ഞാണ് അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കൊളസ്ലോ പറഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ലെറ്റ്യൂസും കൂടെ പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞത് ചിക്കൻ ഫില്ലറ്റ്സ് ആണ്. അത് അവരെടുത്ത് ചോദിച്ചു സ്പൈസി വേണോ നോൺ സ്പൈസി വേണമെന്ന്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവരായതുകൊണ്ട് സംശയിക്കാതെ പറഞ്ഞു സ്പൈസി ഫില്ലറ്റ് തന്നെ മതിയെന്ന്. അങ്ങനെ അവർ അതും കൂടെ അതിനകത്ത് വെച്ച് നല്ലൊരു റാപ്പാണ് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ റൈസ് വേണമെന്നുള്ളവർക്ക് റൈസുണ്ട്, അതിന് പറ്റിയ കറികളുണ്ട്. കറികളെന്ന് വെച്ചാൽ ഐറിഷ് സ്റ്റൈൽ കറികളുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ റാപ്പ് ഓൾമോസ്റ്റ് ആയല്ലോ, എന്നാൽ പിന്നെ ഞങ്ങളൊരു കോഫിയും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു ലാറ്റയും കൂടെ അവിടെ നിന്ന് വാങ്ങി ഒരു ചിക്കൻ കറിയും കൂടെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ആദ്യം കരുതിയത് മുകളിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്നാണ്. ഞങ്ങൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പം. പക്ഷേ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി കാറിൽ വന്ന് കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിൻ്റെ മെയിൻ കാരണം നല്ല വെതറായിരുന്നു. ഞങ്ങൾ രാവിലെ കിൽഡർ വില്ലേജിലേക്കായിട്ട് ഇറങ്ങിയപ്പം വെതർ മോസ്റ്റ്ലി ക്ലൗഡി എന്നാണ് ഗൂഗിളിൽ കണ്ടത്. ആ ഒരു ക്ലൗഡി പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങിയപ്പം ഞങ്ങൾക്ക് നല്ലൊരു ക്ലൈമറ്റാണ് കിട്ടിയത്. കാരണം നല്ല വെയിലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു, അത്യാവശ്യം ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അയർലൻഡിൽ ജീവിക്കുന്നവർക്ക് വെയിലും ചൂടൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ കാര്യമായതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നങ്ങനെ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ സാധാരണ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്കുന്നൊരു ബ്രേക്ക് എന്ന് വെച്ചാൽ മാക്സിമം പോയ 1 മണിക്കൂർ, അതിൽ കൂടത്തില്ല കേട്ടോ. പക്ഷേ ഈ സർക്കിൾ കെയിൽ ഞങ്ങളൊരു മാക്സിമം 2 അവറോളം സ്പെൻഡ് ചെയ്തു. അതിന് റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പം ചെറിയ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇനിയും പോകാനുണ്ട് ഒരു 2-2.5 മണിക്കൂർ. പക്ഷേ ഇനിയും 2-2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ഒരു ബ്രേക്ക് എടുക്കണം. അതിന് കാരണം എന്താണെന്നറിയാമോ? ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് എല്ലാ കുട്ടികളും കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാർ സീറ്റ് യൂസ് ചെയ്യണം. എന്നാൽ പ്രത്യേകിച്ച് 3 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ട്രാവൽ ചെയ്യുമ്പം അവർ
മാക്സിമം 2 hours, അതിൽ കൂടുതൽ കാറിൽ ട്രാവൽ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ പുറത്ത് അവരെ ഒന്ന് ഇറക്കി ഫ്രഷ് എയർ കൊള്ളിച്ചിട്ടൊക്കെയാണ് വീണ്ടും ട്രാവൽ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യാറ്. ഞങ്ങൾ കൂടിപ്പോയാൽ ഒരു 1.5 മണിക്കൂർ, അത് കഴിയുമ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ബ്രേക്കൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ചേച്ചിയുടെ വീട് എത്താറായപ്പം അവിടെ അടുത്തുള്ളൊരു ടെസ്കോയിൽ കയറിയിട്ടാണ് ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ കേക്കും ഒരു ഫ്ലവേഴ്സൊക്കെ വാങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ അച്ചാച്ചനും ജിനിയും കുഞ്ഞും കൂടെ ടെസ്കോയിൽ കയറിയ സമയത്താണ് എനിക്ക് ഈ ഫോട്ടോസ് വരുന്നത്. ഇത് ടിബിൻ ചേട്ടൻ, ഇത് റിനി ചേച്ചി, ഇത് അവരുടെ പിള്ളേർ ജൂബിലും ചെറോണം. അവർ വീട്ടിൽ കേക്ക് മുറിക്കുന്ന ഫോട്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയെ വിളിച്ചു. കാരണം ഇനി അവരവിടെ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നറിയണമല്ലോ. വൈകുന്നേരം ഇനി എവിടെയെങ്കിലും പോവുമോ, വേറെ എന്തെങ്കിലും പാർട്ടി ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഒന്നും അറിയില്ല. കാരണം അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല ഞങ്ങൾ വരുന്നുണ്ടെന്ന്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ടിബിൻ ചേട്ടൻ റിനി ചേച്ചിയും പറയാം അവർ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങി, അവരൊരു ബീച്ചിൽ പോവാം ഫാമിലി ആയിട്ടെന്ന്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് സെറ്റാക്കി അവരോട് പറഞ്ഞ് തിരിച്ചൊന്ന് വീട്ടിൽ പോവോ, 15-20 മിനിറ്റിനുള്ളിൽ അവരെത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവരെ ഒന്ന് കൺവിൻസ് ആക്കിയത്. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഞങ്ങളാണ് വരുന്നതെന്ന്. അവർ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. കാരണം ഞങ്ങളങ്ങ് ഡബ്ലിനിൽ കിടക്കുകയാണെന്നുള്ള വിചാരം. അങ്ങനെ രാവിലെ 11 മണിയോടെ ലൂക്കറിൽ നിന്ന് കിൽഡർ വില്ലേജിൽ പോകാൻ ഇറങ്ങിയ ഞങ്ങൾ ഒരു 4-4:30 കോർക്കിൽ ബാലിങ്ങോളിക്കിലെത്തി. ഇതാണ് അവരുടെ വീട്. ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസുമാണ്. ഞങ്ങൾ ഇങ്ങനെയൊരു സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റ് എവിടെയും നടത്തിയിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഞങ്ങളങ്ങനെ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നത് ദേ ടിബിൻ ചേട്ടനാണ്. ടിബിൻ ചേട്ടൻ മോൻ കണ്ടപ്പോഴേ തോന്നി. ടിബിൻ ചേട്ടൻ നേരത്തെ ഒരു ഡൗട്ട് തോന്നിയോന്ന്. പക്ഷേ റിനി ചേച്ചിക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ചേച്ചി ഹാപ്പി ആയിരുന്നു. ചേച്ചി എക്സ്പെക്റ്റ് ചെയ്യാതെ ഞങ്ങളെല്ലാവരും കയറി വന്നപ്പം ചേച്ചിയുടെ മുഖത്ത് കണ്ട സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. ചേച്ചിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റായി. അങ്ങനെ ബീച്ചിൽ പോകാൻ റെഡിയായിരുന്ന അവരുടെ യാത്ര ഞങ്ങളങ്ങ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. കാരണം ഞങ്ങൾ വന്ന് 4-4:30 പിന്നെ ഒരു പ്ലാനും ഇല്ലാതെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് പിറ്റേന്ന് രാവിലെ തിരിച്ചു പോകാനുള്ള ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. വന്നു വൈകുന്നേരം ഞങ്ങൾ ആ കേക്കൊക്കെ മുറിച്ചു. എല്ലാവരും കൂടെ ബർത്ത്ഡേ സന്തോഷമായി ആഘോഷിച്ചു. എനിക്ക് തോന്നുന്നു പരസ്പരം ഞങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ ഞങ്ങളുടെ സന്തോഷത്തെക്കാളും ഒരുപാട് വലുതായിരുന്നു ഞങ്ങളുടെ മക്കൾ പരസ്പരം കണ്ടപ്പോഴെന്ന്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവർ കാണാൻ പോകുവാന്ന്. കാരണം എവിൻകുട്ടൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവൻ പോകുന്നത് ജൂബലിനെയും ജെറോൻ്റെ അടുത്തേക്കാണ്. കാരണം അവൻ കുഞ്ഞാണ്, അവൻ അത്ര അറിയാനായിട്ടില്ല. അതേപോലെ എപ്പോഴും 2-3 ആഴ്ചയോ അല്ലെങ്കിൽ മുമ്പ് പ്ലാൻ ചെയ്തിട്ടാണ് എപ്പോഴും ഡബ്ലിനിൽ നിന്ന് കോർക്കിലോട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്ത് അവരിയ്ക്കാറുണ്ട് പിള്ളേർ. അതേപോലെ ജൂബിലും ജെറോണും കോർക്കിൽ നിന്ന് ഡബ്ലിനിലോട്ട് വരുമ്പം അതും കുറച്ച് നാൾ മുമ്പ് പ്ലാൻ ചെയ്തിട്ട് വരുന്നുണ്ട്. അത്രയും നാൾ അവർ അത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കാറുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പ് അല്ലാത്തതുകൊണ്ട് അവരും റിയലി ഷോക്കായിപ്പോയി. പക്ഷേ മക്കളെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. നമുക്കത് മതിയല്ലോ. അവർ വന്നപ്പോൾ തൊട്ട് നല്ല കളിയായിരുന്നു. ഇത് അവരുടെ മതിലിനപ്പുറത്ത് കുറച്ച് പശുക്കളുണ്ടെന്ന് പറഞ്ഞ് ജെറോൺ ഞങ്ങളെ വിളിച്ച് കാണിച്ച സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വീട്ടിലെ കളി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് പാർക്കിൽ പോയി കളിക്കണമെന്നായി. അപ്പം അച്ചാച്ചനും ടിബിൻ ചേട്ടനും ജിനിയും കൂടെ അവരെ കൊണ്ട് പാർക്കിൽ പോയി. ആ സമയത്ത് ഞാനും റിനി ചേച്ചിയും കൂടെ പോർക്ക് കറി വെക്കാൻ കയറി. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചേച്ചി പോർക്ക് കറി വെക്കുന്ന കേട്ടോ. രാത്രിയിലേക്കുള്ള ഫുഡ് ഞങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലസ് ഒരു കറിയും കൂടെ എന്ന് വിചാരിച്ചാണ് പോർക്ക് കറി വെച്ചത്. അച്ചാച്ചൻ്റെയും ടിബിൻ ചേട്ടൻ്റെയും കൂടെ സൗദി വർക്ക് ചെയ്താണ് അരുൺ. അവനും ഞങ്ങളുടെ ഉറ്റ സുഹൃത്താട്ടോ. അവനും അവൻ്റെ വൈഫ് ധന്യയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ചു. ഇപ്പം നിങ്ങൾ കാണുന്നത് രാവിലത്തെ പരിപാടി കേട്ടോ. അതായത് രാത്രി ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിനിടയിൽ ചേച്ചി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും സൈഡിൽ കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പാക്കിംഗ് ആണ് ദേ ഇപ്പോൾ നടക്കുന്നത്. റൈസും തോരനും പോർക്ക് റോസ്റ്റും അച്ചാറും അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോർക്കിൽ നിന്ന് ഡബ്ലിനിലോട്ട് തിരിക്കുക. പക്ഷെ ഒരുപാട് ചിന്തിച്ചു, ഇന്ന് പോകണോ അതോ ഒരു ദിവസം കൂടെ നിൽക്കണോ എന്നൊക്കെ. പക്ഷേ ഒരു പ്ലാൻഡ് ട്രിപ്പ് അല്ലാത്തത് കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു വിഷമം. എന്നാൽ വിഷമിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാളും ഞങ്ങളുടെ മക്കളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇറങ്ങിയ സമയത്ത് തന്നെ ജൂബലിനെ ഞങ്ങൾ ആ സൈഡിലൊന്നും കണ്ടേയില്ല. ജെറോണിൻ്റെ കണ്ണ് നിറഞ്ഞു. എവിൻകുട്ടനാണെങ്കിൽ സങ്കടം കാരണം നേരത്തെ കാറിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. സാരമില്ല, ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ. അങ്ങനെ ഞങ്ങൾ കോർക്കിൽ നിന്ന് ഡബ്ലിനിലേക്ക് യാത്ര തിരിച്ചു. ഏർലി മോർണിംഗ് ഇറങ്ങണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന് മെല്ലെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനിയും ഉണ്ട് ട്രാവൽ ചെയ്യാൻ ഒരു 250 കിലോമീറ്ററിന് മുകളിൽ ഡിസ്റ്റൻസ്.
ഞങ്ങൾ ഇന്നലത്തെ പോലെ തന്നെയാണ് കേട്ടോ KSRTകളൊക്കെ നിർത്തി ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ തന്നെയാണ് വന്നത്. പക്ഷേ ഇന്ന് അച്ചാച്ചന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അതാണൊരു പ്രശ്നം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിലേ ആയാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു 4 മണി 4:30 ഞങ്ങൾ വീടെത്തി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ ചെയ്യാതെ പോയ കോർക്ക് യാത്ര. എന്തായാലും ഞങ്ങൾ ഈ യാത്ര നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങളങ്ങനെ വീടും എത്തി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.